മലപ്പുറം കരുവാരക്കുണ്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ടാപ്പിംഗ് തൊഴിലാളി മരിച്ചു. മുള്ളറ സ്വദേശി ജംഷീറാണ് മരിച്ചത്. ടാപ്പിംഗിനിടെ ജംഷീറിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മുബഷീർ പി അക്ബർ വിവരങ്ങൾ നൽകും. മുബഷീർ, ഇപ്പോൾ ടാപ്പിംഗ് തൊഴിലാളി കാട്ടാന ആക്രമണത്തിൽ മരിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെയാണല്ലോ ഈ സംഭവം ഉണ്ടായത്. ഇതെവിടെയാണ് ഈ ടാപ്പിംഗ് തൊഴിലാളി എവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്? സ്മൃതി, മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ടിൽ രാവിലെ ടാപ്പിംഗ് ജോലിക്ക് പോയ തൊഴിലാളിയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ടാപ്പിംഗിനിടെ ജംഷീറിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. മുള്ളറ സ്വദേശിയാണ് ജംഷീർ. കരുവാരക്കുണ്ടിലെ സമീപ പ്രദേശമാണ് മുള്ളറ. അവിടെയുള്ള പ്രദേശവാസിയാണ്. ടാപ്പിംഗ് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. സാധാരണഗതിയിൽ രാവിലെ ടാപ്പിംഗ് ജോലിക്ക് വേണ്ടി തോട്ടമേഖലയിലേക്ക് പോയി ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി കാട്ടാനയുടെ മുൻപിൽ അകപ്പെടുന്നത്. കാട്ടാന ആക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലിന്റെ തുടയ്ക്കും കാലിന്റെ താഴ്ഭാഗത്തുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ആദ്യഘട്ടത്തിൽ കരുവാരക്കുണ്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് സമയം മുമ്പ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ദീർഘകാലമായി ടാപ്പിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. കരുവാരക്കുണ്ട് മേഖലയിൽ കഴിഞ്ഞ കുറേ കാലമായി കാട്ടാനകളുടെ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. നേരത്തെ പുലിയുടെ ആക്രമണത്തിൽ അവിടെ ടാപ്പിംഗ് തൊഴിലാളി ഉൾപ്പെടെ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിലാണ് സമാന തൊഴിൽ മേഖലയിൽ നിന്ന് മറ്റൊരു തൊഴിലാളി കൂടി ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മേഖലയിൽ പോലീസും വനംവകുപ്പ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തിയിട്ടുണ്ട്. നിലവിൽ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. അവിടെ നിന്നും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വേണ്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധം ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. തുടർച്ചയായിട്ട് വന്യജീവി ആക്രമണം ആ ഒരു മേഖലയിലുണ്ടായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പ്രതിരോധ നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നൊരു പരാതികൾക്കിടെയാണ് മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. ഈ ജംഷീറിന് ഗുരുതരമായി പരിക്കേറ്റതാണ്. അതായത് ആന്തരിക അവയവങ്ങൾക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം സ്വാഭാവികമായിട്ടും പുലർച്ചെ സമയമായതുകൊണ്ട് തന്നെ കാട്ടാനയെ കണ്ടിട്ടില്ലാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വേനലൊക്കെ തന്നെ ആയതുകൊണ്ട് ഉൾവനത്തിൽ നിന്നൊക്കെ തന്നെ വന്യമൃഗങ്ങൾ നാടുകളിലേക്ക് നാട്ടിൻപുറങ്ങളിലേക്ക് ഇറങ്ങി വരുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായിട്ട് അതുൾപ്പെടെ കണക്കിലെടുത്ത് ജനങ്ങളുടെ സുരക്ഷ മാനിച്ചുകൊണ്ട് പ്രതിരോധ നടപടികൾ അവിടെ നേരത്തെ തന്നെ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. വനമതിൽ പോലെയുള്ള ആവശ്യങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും പരിഹാരവും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു തൊഴിലാളി കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. സങ്കടകരമായ കാര്യമാണെന്ന് പുലർച്ചെയുണ്ടായ സംഭവമാണ്. കാട്ടാന ആക്രമണത്തിൽ യുവാവ് ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടു എന്നുള്ളത്.